ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ വിവിധ തരത്തിലുള്ള ഡിസേബിലിറ്റീസും അതിന് അനുസൃതമായിട്ടുള്ള ടീച്ചിങ് സ്ട്രാറ്റജീസ് അതുപോലെ തന്നെ അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ ടെക്നിക്സ് ഒക്കെയാണ് ചർച്ച ചെയ്ത് വരുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഹരിഷ്മ ലോക്കോമോട്ടോർ ഡിസബിലിറ്റിയെക്കുറിച്ചൊക്കെ ക്ലാസ് എടുത്തു. അപ്പോൾ ഇന്നിവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ലോക്കോമോട്ടോർ ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ എങ്ങനെ നമുക്ക് പഠിപ്പിക്കാം, അതായത് ടീച്ചിങ് സ്ട്രാറ്റജീസും അതുപോലെ തന്നെ അവരെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, അസസ് ചെയ്യാം, അതായത് അസസ്മെൻറ്റ് ടെക്നിക്സുമാണ്. ആദ്യമായിട്ട് നമുക്ക് ടീച്ചിങ് സ്ട്രാറ്റജീസ് ഫോർ ലോക്കോമോട്ടോർ ഡിസേബിൾഡ് സ്റ്റുഡൻസ് നോക്കാം. ഹരിഷ്മ പറഞ്ഞതാണെങ്കിൽ കൂടി എന്താണ് ലോക്കോമോട്ടോർ ഡിസബിലിറ്റി എന്ന് അവർക്ക് കൂടി പറയാം. ലോക്കോമോട്ടോർ ഡിസബിലിറ്റി ഈസ് ദ ഇനബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു മൂവ് ബോഡി പാർട്സ് ഫ്രീലി. നമ്മുടെ ശരീരഭാഗങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് മൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കുട്ടികളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ ലോക്കോമോട്ടോർ ഡിസേബിൾഡ് എന്ന് പറയുന്നു. അപ്പോൾ ലോക്കോമോട്ടോർ ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് നമ്മുടെ ക്ലാസ് റൂമിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എൻകറേജ് ഇൻഡിപെൻഡൻസ്. അവർ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്ട്രാറ്റജി ആയിട്ട് പറയുന്നത്, അതായത് എൻകറേജ് ഇൻഡിപെൻഡൻസ്. നെക്സ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് റിമൂവ് ഒബ്സ്റ്റാക്കിൾസ് സോ ദാറ്റ് ദ സ്റ്റുഡൻറ്റ് ക്യാൻ മൂവ് ഫ്രീലി ഫ്രം ലെസൺ ടു ലെസൺ. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എൻകറേജ് സപ്പോർട്ട് ഫോർ ദ സ്റ്റുഡൻറ്റ് ഫ്രം ക്ലാസ്മേറ്റ്സ്. അങ്ങനെ വെച്ചാൽ ഇങ്ങനെ ലോക്കോമോട്ടോർ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ക്ലാസ്സിലുണ്ടാകുമ്പോൾ മറ്റ് ക്ലാസ്മേറ്റ്സ് കൂടി ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർ എൻകറേജ് ചെയ്യണം. അതായത് ഈ ലോക്കോമോട്ടോർ ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ക്ലാസ് റൂമിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നെക്സ്റ്റ് പോയിന്റ് കൺസിഡർ ഫിസിക്കൽ ആക്സസ് ഇഷ്യൂസ് സച്ച് ആസ് റാംപ്സ്, ടോയ്ലറ്റ്സ്, ലിഫ്റ്റ്സ് ആൻഡ് ക്ലാസ് റൂം ലേഔട്ട്. നമുക്കറിയാലോ, അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ, അതായത് സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടും വീൽ ചെയർ യൂസ് ചെയ്തിട്ടൊക്കെ മൂവ് ചെയ്യുന്ന കുട്ടികൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ടോയ്ലറ്റ്സ്, അപ്പോൾ ലിഫ്റ്റ് സൗകര്യമാണെങ്കിൽ അങ്ങനെ, ക്ലാസ് റൂം ലേഔട്ടൊക്കെ അതിന് സ്റ്റെപ്പ് മാത്രം ഉണ്ടാകുമ്പോൾ പറ്റില്ല. ക്ലാസ് റൂമൊക്കെ കയറി ചെല്ലാൻ വേണ്ടി അവിടെ സ്ലൈഡ് കൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർമാർ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് പോയിന്റ് ഇൻകോർപ്പറേറ്റ് അഡ്വൈസ് ഫ്രം ദ ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് ഇൻ ദ സ്റ്റുഡൻസ് പ്രോഗ്രാം. അതായത് ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് പോലെയുള്ള സ്പെഷ്യലിസ്റ്റുകളുടെ അടുക്കുന്നതിൽ നിന്നും കുട്ടികളുടെ പ്രോഗ്രാമിനൊക്കെ വേണ്ടിയിട്ടുള്ള അഡ്വൈസൊക്കെ സ്വീകരിക്കാവുന്നതാണ്. നെക്സ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് യൂസ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഇൻ ദ സ്റ്റുഡൻസ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് പ്രോഗ്രാം. അതായത് കമ്പ്യൂട്ടേഴ്സും ഓഡിയോ വിഷ്വൽസും ഒക്കെ എന്ത് ചെയ്യണം, ടീച്ചിങ് ലേണിംഗ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തണം. നെക്സ്റ്റ് പോയിന്റ് സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെൻറ്റ് മേ ആൾസോ ബി നെസസറി സച്ച് ആസ് അഡാപ്റ്റഡ് കീബോർഡ്സ്, പേജ് ടേണേഴ്സ്, വേർഡ് ബോർഡ്സ് ഓർ സ്പെഷ്യൽ ഡെസ്ക്സ്. അതായത് ലോക്കോമോട്ടോർ ഡിസേബിൾഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ ചിലപ്പോൾ നെസസറി ആയിട്ട് വരാം. അതായത് അഡാപ്റ്റഡ് കീബോർഡ്സും പേജ് ടേണേഴ്സും വേർഡ് ബോർഡ്സ് പോലെയുള്ള കാര്യങ്ങളും സ്പെഷ്യൽ ഡെസ്കൊക്കെ അറേഞ്ച് ചെയ്യേണ്ടി വരാം. നെക്സ്റ്റ് പോയിന്റ് ഇഫ് റൈറ്റിംഗ് ഈസ് ഡിഫിക്കൽട്ട് കൺസിഡർ യൂസിങ് എ ടേപ്പ് റെക്കോർഡർ. അതായത് ഇങ്ങനെ ചില കുട്ടികൾക്കൊക്കെ എഴുതാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ, അപ്പോൾ ടേപ്പ് റെക്കോർഡർ പോലുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ആൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് എൻകറേജ് കമ്മ്യൂണിക്കേഷൻ ടു പ്രിവെൻറ്റ് ഐസൊലേഷൻ. അതായത് കുട്ടികൾ അവിടെ ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ കുട്ടികൾ വേറെ തന്നെയാണ് ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നുള്ള തോന്നൽ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും അവരെ കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുത്തുക, എപ്പോഴും അവരെ ക്ലാസ് എടുക്കുമ്പോൾ കൺസിഡർ ചെയ്യുക. അങ്ങനെയെല്ലാം ചെയ്തിട്ട് അവരെ ഐസൊലേഷനാണെന്ന് തോന്നിക്കാതിരിക്കുക. നെക്സ്റ്റ് പോയിന്റ് ടീച്ച് സോഷ്യൽ സ്കിൽസ് ഇഫ് നെസസറി. ലോക്കോമോട്ടോർ ഡിസേബിൾഡ് ആയിട്ടുള്ള ഇത്തരം കുട്ടികളിൽ സോഷ്യൽ സ്കിൽസ് സച്ച് ആസ് ഷെയറിങ്, കോപ്പറേഷൻ, അങ്ങനെയുള്ള സോഷ്യൽ സ്കിൽസൊക്കെ കുറവാണെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ത് ചെയ്യണം, ടീച്ചർ അണ്ടർടേക്ക് ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ് എലോ സ്റ്റുഡൻസ് എക്സ്ട്രാ ടൈം ടു കംപ്ലീറ്റ് ടാസ്ക്. നമുക്കറിയാം ഇത്തരമുള്ള കുട്ടികൾ ചിലപ്പോൾ ചില ആക്ടിവിറ്റീസൊക്കെ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ ടൈം ആവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ കുട്ടികൾക്ക്
ആവശ്യമായിട്ടുള്ള സമയമൊക്കെ നൽകിക്കൊണ്ട് ടീച്ചർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. നെക്സ്റ്റ് പോയിന്റ്, ഇഫ് ടീച്ചിങ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, note that slower paced activities are better than those requiring a fast response. Students will do better catching a bounced ball than a thrown one, kicking a stationary ball than a moving one. അതായത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ക്ലാസ്, അതായത് പീരിയഡിൻ്റെ സമയത്തൊക്കെ നമ്മൾ പല ഗെയിംസിൽ ഏർപ്പെടും അല്ലേ. അപ്പോൾ ഇത്തരം കുട്ടികൾക്ക് സിമ്പിളായിട്ട്, അതായത് അവർക്ക് യോജിക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് നടത്തണമെന്നാണ് പറയുന്നത്. അതായത് അവർക്ക് ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ് നടത്താനോ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ ഒരു ഫുട്ബോൾ എങ്ങനെ ചവിട്ടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് മൂവ്മെൻറ്റില്ല ഫുട്ബോൾ ചവിട്ടിക്കുന്നതിനെക്കാൾ നല്ലത് അതവിടെ ഒരു പ്രോപ്പറായ പ്ലേസിൽ വച്ചതിന് ശേഷം അത് ചവിട്ടാൻ പറയുന്നതായിരിക്കും. അങ്ങനെ അത്തരത്തിൽ കുട്ടികൾക്ക് യോജിക്കുന്ന രീതിയിലുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് പോയിന്റ്, സ്റ്റുഡൻസ് മേ ഹാവ് a low self-image, therefore it is important to ensure that the students feels included and is encouraged and praised. അതായത് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് പൊതുവെ ലോ സെൽഫ് ഇമേജ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെന്നും കുട്ടികളെ പ്രേസ് ചെയ്തുകൊണ്ടൊക്കെ കുട്ടികളെ നമ്മൾ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നെക്സ്റ്റ് പോയിന്റ്, as students tend to become distracted quite easily, minimize distractions in the classroom environment. അതായത് ഇത്തരത്തിലുള്ള ലോക്കോമോട്ടോർ ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ വേഗം തന്നെ ഡിസ്ട്രാക്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ക്ലാസ് റൂമിൽ ഡിസ്ട്രാക്ഷൻ കുറവായിരിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് പോയിന്റ്, ഇഫ് സ്റ്റുഡൻസ് യൂസ് വീൽ ചെയർസ് വെയർ പോസിബിൾ, പ്ലേസ് യുവർ സെൽഫ് അറ്റ് ദെയർ ഐ ലെവൽ വെൻ ടോക്കിംഗ് ടു ദം. അതായത് നമ്മൾ ടീച്ചേഴ്സ് ആയി കഴിഞ്ഞാൽ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ അവർ കുട്ടികൾ, അതായത് ലോക്കോമോട്ടോർ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ വീൽ ചെയറിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്ലാസ് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അത്തരം കുട്ടികളുടെ ഐ ലെവലിന് കണക്കായിട്ടായിരിക്കണം നമ്മൾ പൊസിഷൻ എടുക്കേണ്ടത്. ഓക്കെ, അതായത് കുട്ടികൾക്ക് നമ്മളെ കാണത്തക്ക രീതിയിൽ, പ്രോപ്പറായിട്ട് കാണത്തക്ക രീതിയിൽ വേണം നമ്മൾ നമ്മളെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. Likewise, the board in the classroom may have to be lowered if the student is in a wheelchair. അതായത് കുട്ടികൾ വീൽ ചെയറിലാണെങ്കിൽ അവർ കാണത്തക്ക രീതിയിൽ വേണം നമ്മളെ ബോർഡ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീൽ ചെയറിൽ കുറച്ച് താഴ്ന്നിരിക്കുമ്പോൾ കുട്ടികൾ അതിന് കണക്കായിട്ട് ബോർഡ് കൂടി കുറച്ച് താഴ്ത്തി പ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ലാസ്റ്റ് പോയിന്റ്, ടു ഫെസിലിറ്റേറ്റ് സ്റ്റുഡൻസ് റീഡിംഗ്, യൂസ് ഈസിൽസ്, പോർട്ടബിൾ റീഡിംഗ് റാക്സ് ഓർ അഡ്ജസ്റ്റബിൾ ഡെസ്ക്. അതായത് ലോക്കോമോട്ടോർ ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അവരെ വായന എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് വായിക്കാൻ ഏറ്റവും ഉതകുന്ന രീതിയിലുള്ള അഡ്ജസ്റ്റബിൾ ഡെസ്ക്സോ ഈസിൽസോ അതോ പോർട്ടബിൾ റീഡിംഗ് റാക്സോ ഒക്കെ യൂസ് ചെയ്യാൻ ടീച്ചർ ശ്രദ്ധിക്കണം. അടുത്തതായി നമുക്ക് അസസ്മെൻറ്റ് ഓർ ഇവാലുവേഷൻ ടെക്നിക്സ് ഫോർ ലോക്കോമോട്ടോർ ഡിസേബിൾഡ് സ്റ്റുഡൻസ് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, എൻഷുർ ഫിസിക്കൽ ആക്സസ് ടു റൂം വെയർ ഇവാലുവേഷൻ ഓർ എക്സാമിനേഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ്. അതായത് എക്സാം ഹാളിലേക്ക് ആ ഡിസേബിൾഡ് ആയിട്ടുള്ള, അതായത് ലോക്കോമോട്ടോർ ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് എത്തിച്ചേരാൻ പറ്റും എന്ന് ഉറപ്പുവരുത്തുക. അതായത് ഇപ്പോൾ വീൽ ചെയറിലൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ അവിടെ വീൽ ചെയർ ഉന്തിക്കയറ്റാൻ പറ്റിയ സൗകര്യത്തിനുള്ള സ്ലൈഡൊക്കെ ഉണ്ടെന്നൊക്കെ എൻഷുർ ചെയ്യുക. നെക്സ്റ്റ് വൺ, if the child has problems in writing due to impairment in hand, more time should be provided depending on the need of the child, or alternatively less number of questions may be given or a scribe may be provided. അതായത് കൈകൾക്ക് സ്വാധീനം കുറവുള്ള കുട്ടികളാണെങ്കിൽ അത്തരം കുട്ടികൾക്ക് കുറച്ച് സമയം അധികം നൽകുകയോ ആവശ്യത്തിനനുസരിച്ചുള്ള സമയം നൽകുകയോ അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവായിട്ട് ലെസ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുകയോ, അതായത് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറക്കുകയോ, അല്ലെങ്കിൽ അത്യാവശ്യ ഘട്ടത്തിൽ സ്ക്രൈബിനെയൊക്കെ വെച്ച് എക്സാം എഴുതേണ്ട അവസരമൊക്കെ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ്, an oral examination, either presenting answers on tape or participating in viva.
ആർ ഓൾട്ടർനേറ്റീവ് ടു ദ കൺവെൻഷണൽ റിട്ടേൺ പേപ്പർ. അതായത് കൺവെൻഷണലായിട്ട് ആൻസേഴ്സ് എഴുതി കൊടുക്കുന്നതിന് പകരം വൈവ ആയിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് റെക്കോർഡാക്കിയിട്ടുള്ള രീതിയിലോ നമുക്ക് ഇവാലുവേഷൻ ആൻഡ് അസസ്മെൻറ്റ് നടത്താവുന്നതാണ്. For some students, the combination of written and oral examination will be most appropriate. ചില കുട്ടികളുടെ കേസിൽ അവർക്ക് ഓറലായിട്ടും അതേപോലെ തന്നെ റിട്ടേൺ ആയിട്ടുമുള്ള എക്സാംസിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ചിലപ്പോൾ സ്യൂട്ടാവുക. അത്തരം കേസുകളിൽ അത്തരത്തിലും എക്സാം നടത്താൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ശ്രദ്ധിക്കുക. Students may need to use a personal computer or personal assist in an examination. If so, it may be necessary to provide extra space for equipments or separate examination venue if the noise from the equipment is likely to be disturbing for other students. അതായത് ഈ ലോക്കോമോട്ടോർ ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എക്സാമിൻ്റെ സമയത്ത് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റുള്ള എക്യുപ്മെൻറ്റ്സോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ സ്പേസ് എക്സാം ഹാളിൽ നൽകണം. അതേപോലെ തന്നെ ഇത്തരം ഈ കുട്ടികൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് മറ്റു കുട്ടികൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്ന രീതിയിലുള്ള സൗണ്ടോ മറ്റോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പ്രത്യേക ഹാളിൽ തന്നെ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് ഈ പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, പ്രൊവൈഡ് എക്സ്ട്രാ ടൈം ഇൻ എക്സാമിനേഷൻ ഫോർ സ്റ്റുഡൻസ് ഹു ഹാവ് റെഡ്യൂസ്ഡ് റൈറ്റിംഗ് സ്പീഡ്. അതായത് റൈറ്റിംഗ് സ്പീഡ് കുറവുള്ള കുട്ടികൾക്ക് എക്സ്ട്രാ ടൈം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം. നെക്സ്റ്റ്, സം സ്റ്റുഡൻസ് വിത്ത് എ മൊബിലിറ്റി ഡിസബിലിറ്റി മേ നീഡ് റെസ്റ്റ് ബ്രേക്സ്. അതായത് ചില കുട്ടികൾക്ക്, അതായത് മൊബിലിറ്റി ഡിസബിലിറ്റി, അതായത് ലോക്കോമോട്ടോർ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ചിലപ്പോൾ റെസ്റ്റ് ടൈം വേണ്ടി വരും, അതായത് റെസ്റ്റ് ബ്രേക്സ് വേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ടീച്ചേഴ്സ് ബ്രേക്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ലാസ്റ്റ് പോയിന്റ്, allow extension to assignment deadlines if extensive research involving physical activity, example frequent trip to the library or collection of data from dispersed location is required. അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ലൈബ്രറിയിൽ പോയി റെഫർ ചെയ്ത് ചെയ്യേണ്ട അസൈൻമെൻറ്റ്സ് അല്ലെങ്കിൽ ഡാറ്റ കളക്ഷനൊക്കെ വേണ്ടി വരുന്ന, അതായത് വേറെ വേറെ ലൊക്കേഷനിൽ പോയി ഡാറ്റ കളക്ട് ചെയ്ത് ചെയ്യേണ്ട അസൈൻമെൻറ്റ്സിനൊക്കെ ഇത്തരം ലോക്കോമോട്ടോർ ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് എക്സ്ട്രാ ടൈം, അതായത് ഡെഡ് ലൈൻ കുറച്ചുകൂടി നീട്ടിക്കൊടുക്കണമെന്നാണ് ഈ പോയിന്റിൽ പറയുന്നത്. അതും ടീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ലോക്കോമോട്ടോർ ഡിസേബിൾഡ് സ്റ്റുഡൻസിന് നമ്മൾ യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജീസും അതുപോലെ തന്നെ ഇവാലുവേഷൻ അഥവാ അസസ്മെൻറ്റ് ടെക്നിക്സുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.